എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ റവയും ക്യാരറ്റും വെച്ചുകൊണ്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സാണ്, മധുരമൊക്കെ ചേർന്നിട്ടുള്ളത്. അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. റവ വറക്കാത്തതോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ വറക്കാത്ത റവ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ക്യാരറ്റാണ്. ഒരു 125 ഗ്രാം ക്യാരറ്റ് ഇതുപോലെ ഞാൻ 2 പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി അതും കൂടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക, റവയുടെ ഒപ്പം തന്നെ. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റിന് മധുരം ഉണ്ടെങ്കിലും നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അല്പം മധുരം കൂടെ വേണം. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അത് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽ തണുത്ത് തിളപ്പിച്ചാണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല. ചൂടധികം എടുക്കരുത്. നേരത്തെ തിളപ്പിച്ച തണുത്ത പാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതെല്ലാം കൂടെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് 5 മിനിറ്റ് സമയം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കണം. അതിനുശേഷം വെജിറ്റബിൾ ഓയിലാണ് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. സൺഫ്ലവർ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിവാക്കണം മാക്സിമം. ഞാനിവിടെ തവിടെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ സ്ഥിരമായിട്ട് തവിടെണ്ണയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് വേണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. മുട്ടയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാൻ മറക്കരുത്. പിന്നെ ഇതിനകത്തേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ 1 ടീസ്പൂൺ വനില എസൻസാണ്. അതിന് പകരം ഏലക്ക പൊടിച്ചതും വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു 6 ഇഞ്ചിൻ്റെ ട്രേ ആണ്. ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക്. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത് വിനെഗറാണ്. വൈറ്റ് വിനെഗർ ഒരു 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് വരാനൊക്കെ നല്ലതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ടിന്നിലേക്ക് ഈ മാവ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്ത് എയർ വെല്ലുണ്ടെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒരു റിങ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഓവന് ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അല്പമായിട്ട് ഇതുപോലെ വിതറി കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയൊക്കെയാണ്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു 40 മിനിറ്റ് സമയം ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഓക്കെ, 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു സ്ക്യൂർ ഉപയോഗിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം വേണം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചായക്കൊക്കെ 4 മണിക്കൊക്കെ ഒന്ന് കഴിക്കാനൊക്കെ തലേദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ യഥാർത്ഥ രുചിയൊക്കെ കിട്ടുന്നത്. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ കഴിക്കണം കേട്ടോ. ചൂടോടെ കഴിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ആ ബേക്കിംഗ് പൗഡറിൻ്റെയും ബേക്കിംഗ് സോഡയുടെ ഒരു സ്മെല്ലൊക്കെ വരും. തണുത്ത് കഴിയുമ്പം അതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇത് നല്ല സ്പോഞ്ച് പോലത്തെ ഒരു ക്യാരറ്റും റവയും വെച്ചുകൊണ്ടുള്ള നല്ലൊരു കിടിലൻ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. സാധാരണ നമ്മൾ മൈദപ്പൊടിയിലൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത്. ഇത് റവയാണെന്ന് പറയത്തേ ഇല്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. നമുക്കൊന്ന് വെറുതെ ഇരിക്കുമ്പോൾ ഇതുണ്ടാക്കി എടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുക, മക്കൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ ബൈ.